പ്രവചനം ആവശ്യമില്ലാത്ത മണ്ഡലം, സസ്പെൻസ് ഇല്ലാത്ത മണ്ഡലം, ഇതൊക്കെ തന്നെയാണ് പൊന്നാനി ഈ ലാസ്റ്റ് ട്രെൻഡിലോട്ട് കടക്കുമ്പോൾ ഇനി അത് മാറ്റി പിടിക്കേണ്ട ത്രികോണ മത്സരം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പൊന്നാനിയിൽ അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഒന്നുമില്ല. മാത്രമല്ല അത് ബി.ജെ.പി അവിടെ വോട്ട് കൂട്ടുന്നതിന് വേണ്ടി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 37% ഹിന്ദു സമുദായമുണ്ട് മണ്ഡലത്തിൽ. ആ വോട്ടുകളൊക്കെയാണ് ബി.ജെ.പി ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ 10% മണ്ഡലത്തിലെ വോട്ടുകൾ കിട്ടിയതാണ്. 1,10,000 വോട്ടാണ് അന്ന് വി ടി രമ നേടിയത്. 1,50,000 ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ബി.ജെ.പി ഇത്തവണ. മാത്രമല്ല നിവേദിത സുബ്രഹ്മണ്യമാണ് അവിടെ വരുന്നത്. മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും നിവേദിതയ്ക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ബി.ജെ.പി കുറെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷ ഫലവത്താകുമോ അനുമോദ്? ആ ഒരു പ്രാതിനിധ്യം ബി.ജെ.പിക്ക് ഈ രണ്ട് മുന്നണികളുടെയും അടുത്ത മത്സരത്തിനിടയിൽ ഉണ്ടോ? ബി.ജെ.പിയെ സംബന്ധിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമാണ് അവരുടെ ഏക ഉദ്ദേശവും ലക്ഷ്യവും. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ടുകൾ ലഭിക്കുക. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ 1.5 ലക്ഷമൊക്കെ പ്രതീക്ഷിച്ചാൽ തന്നെയും പരമാവധി അവർക്ക് നേടാൻ കഴിയുക ഏകദേശം 1.25 ലക്ഷം. അതൊരു പരമാവധിയാണ്. പക്ഷേ അത്രയൊന്നും പോകില്ല എന്നൊരു കണക്കൂട്ടലാണ് മറുവിഭാഗത്തിലുള്ളത്. 1 ലക്ഷത്തിൽ താഴേക്ക് വോട്ട് കുറയും എന്നൊരു കണക്കൂട്ടലാണ് മറ്റ് മുന്നണികൾക്കുള്ളത്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് 1.25 ലക്ഷം വോട്ട് കിട്ടിയാൽ തന്നെ ഈ ഘട്ടത്തിൽ അതൊരു മുന്നേറ്റം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തൃത്താലയിലും പൊന്നാനിയിലുമാണ് അവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത്. ആ രണ്ട് മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം ബി.ജെ.പിക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ മെജോറിറ്റി ഉള്ള ഇടങ്ങളിലൊക്കെ CAA അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. മോദി കൊണ്ടുവന്ന വികസനം എന്ന മുദ്രാവാക്യത്തെക്കാൾ കൂടുതൽ CAA വിരുദ്ധ പ്രതിഷേധവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ പ്രതിഫലിക്കുക. ആ ഒരു ഘട്ടത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചാൽ, കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 15,000 വോട്ടുകളിൽ കൂടുതൽ ലഭിച്ചാൽ അത് വലിയ നേട്ടമായിട്ട് തന്നെ കാണാം. അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് അവർക്ക് നേടാൻ കഴിയുമെന്ന കണക്കൂട്ടൽ ഈ ഘട്ടത്തിൽ നമുക്ക് തന്നെയല്ലേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടന്നിരുന്നു അവിടെ. അപ്പോഴും CAA തന്നെയാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ ചാമ്പ്യൻ ആര് എന്നുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനിയാണല്ലോ. തീർച്ചയായും CAA തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ടുള്ളത്. CAA തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. ഇവിടെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. 23-ാം തീയതി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പൊന്നാനി മണ്ഡലത്തിൽ എത്തും എന്ന് പറയുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും CAA വിരുദ്ധ വിഷയത്തിലാണെങ്കിൽ അത് ന്യൂനപക്ഷത്തിനൊപ്പമാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും അവരുടെ ഈ പത്രികയിൽ, അതായത് വാഗ്ദാനങ്ങളിൽ ഈ CAA ഒഴിവാക്കുമെന്ന കാര്യമില്ല എന്നൊരു പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പൊന്നാനിയിൽ വന്ന് ഒരു പ്രസംഗം നടത്തുകയും അതിൽ CAA അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്താൽ അത് വലിയ മാറ്റം ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ CAA വിരുദ്ധ പ്രചാരണം ഇടതുപക്ഷം എത്ര ശക്തമായിട്ട് നടത്തിയാലും ആ വിഷയത്തിൽ ഒരു എഡ്ജ്, ഒരു മുൻതൂക്കം നിലവിൽ മുസ്ലിം ലീഗിനുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെ ചാമ്പ്യൻ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് അങ്ങനെ ഒരു തർക്കം നടക്കുന്നതെങ്കിൽ അവിടെ ഒരു എഡ്ജ് CPM-ന് കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അങ്ങനെ ഒരു എഡ്ജ് എന്തായാലും LDF-ന് കിട്ടുകയില്ല. അത് മാത്രമല്ല രാഹുൽ വരുന്നുണ്ട് അങ്ങോട്ട്. അതെ, വലിയ പ്രവചനം, വലിയൊരു മത്സരം, ഇനി അവിടെ ആ ഒരു കളമില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ തോന്നുന്നത്. അതായത് അപർണ എന്തായാലും 2014 പോലെയുള്ള ഒരു ഫൈറ്റ് അവിടെ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരു പ്രതീതിയിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല അന്ന് വി അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഹംസയെ വില കുറിച്ച് കാണുകയല്ല. പക്ഷേ ഹംസയ്ക്ക് എത്രമാത്രം ഇക്കാര്യത്തിൽ മുന്നേറാൻ കഴിയുമെന്നുള്ള വലിയ തോൽവി ഇടതുപക്ഷത്തിന് മുന്നിലുണ്ട്. അത് മറികടന്നുകൊണ്ട് ഒരല്പം മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ഈ ആവേശം അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻസ് കുറഞ്ഞ ഒരു മണ്ഡലമായിട്ട് പൊന്നാനി മാറുകയാണ്. എങ്കിൽ പോലും അവസാന ലാപ്പിൽ എന്തെങ്കിലും പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ LDF-ന് കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ അതിൽ അങ്ങനെ പ്രയോഗിച്ചാൽ തന്നെ അതിൽ എത്രമാത്രം വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത്